FCI ഗോഡൌണിൽ നിന്ന് നേരിട്ട് ടെൻഡറിൽ പങ്കെടുത്ത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള സംസ്ഥാനത്തിന്റെ അവസരം നിഷേധിച്ചാണ് ഭാരതരിക്കുള്ള സംഭരണം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതുമൂലം സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും വഴി കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. പൊതുവിപണിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വൻ വിലക്കയറ്റത്തിനും ഇത് കാരണമാകും. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം ടെൻഡറിൽ പങ്കെടുക്കുന്നതിനാണ് കേന്ദ്രം വിലക്കേർപ്പെടുത്തിയത്. ഭാരതരിക്കായി 10,000 ടൺ അരി കേന്ദ്രം കേരളത്തിലെ FCI ഗോഡൌണിൽ നിന്നായി അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിനാവശ്യമായ ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കാത്തതും ഓപ്പൺ മാർക്കറ്റ് ടെൻഡറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയതും പ്രതിസന്ധി ഉണ്ടാക്കിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് 29 രൂപ എന്ന നിരക്കിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ വഴി ഭാരതരി വിതരണം ചെയ്യുന്നത്. ഇത് വിവേചനമാണ്. ഇതിനെതിരെയാണ് കേരളം കോടതിയെ സമീപിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.